അമേരിക്കയുടെ ഈ വെനിൻസുലൻ ആക്രമണത്തെ മറ്റു രാജ്യങ്ങൾ കാര്യമായ രീതിയിൽ അതിനോട് പ്രതിരോധിക്കാത്തതും പ്രതികരിക്കാത്തതും എന്തുകൊണ്ടാണ്? അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ഗ്ലോബൽ സിസ്റ്റം ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ കളക്റ്റീവ് സെക്യൂരിറ്റി എന്നുള്ള സങ്കല്പത്തിന് കാര്യമായ ശോഷണം സമീപകാലത്ത് സംഭവിച്ചിരിക്കുന്നു. ഈ കളക്റ്റീവ് മെഷർ ഫോർ സെക്യൂരിറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സെക്യൂരിറ്റി എന്ന സങ്കല്പത്തിൽ നിന്ന് ലോകം ഒരു ബാലൻസ് ഓഫ് പവർ എന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ വൻശക്തി രാജ്യങ്ങൾ അവരുടെ ശാക്തിക സന്തുലനത്തിലൂടെ സമാധാനവും സ്ഥിരതയും നിലനിർത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ ശാക്തിക സന്തുലനം ഇപ്പോൾ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അമേരിക്ക എന്ന സൂപ്പർ പവറിനെ ആര് സന്തുലനം ചെയ്യും എന്നുള്ള പ്രതിസന്ധിയുമുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഡിക്ലൈനിങ് സൂപ്പർ പവർ എന്ന് പറയാമെങ്കിലും ആഗോള രംഗത്ത് അമേരിക്കയുടെ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ ശേഷിയെ ബാലൻസ് ചെയ്യാൻ ശേഷിയുള്ള മറ്റു രാജ്യങ്ങളുടെ കൂട്ടായ്മയോ ഒന്നും നിലവിലില്ല. സാങ്കേതികമായി ചൈനയ്ക്ക് അതിന് ശേഷിയുണ്ട് എന്ന് വാദിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ ചൈന അതിന് മുതിരുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലൊരു നടപടിയിലേക്ക് ചൈന പോകുന്നത് ചൈനയുടെ തന്നെ വളർച്ചയെയും സാമ്പത്തിക സുസ്ഥിരതയെയും ബാധിക്കും.